It happens only in India. നമസ്കാരം. സ്റ്റുഡിയോയില് വേറെ പണിയൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നിങ്ങളെ ഓർത്ത് നമ്മുടെ മുതലാളി ദിവസവും പറയുന്നുണ്ടാവും. എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം പറിച്ചു വിട്ടിരിക്കുകയാണോ തന്നെ? ഇനി വല്ലതും ഉണ്ടോടോ നക്കാൻ? പണി തുടങ്ങി. റേഡിയോ ഓൺ ചെയ്ത് അടുക്കളയിലും അടുത്ത വീട്ടിലും അപ്പുറത്തെ മുറിയിലും ഒക്കെ പോയിരിക്കുന്ന ചേച്ചിമാരെ, ചേട്ടന്മാരെ, കുട്ടികളെ, അപ്പൂപ്പൻ അമ്മൂമ്മമാരെ, നിങ്ങൾക്ക് പൂജയുടെ വിനീതമായ കൂപ്പുകൈ. അപ്പൊ ഇന്നത്തെ പരിപാടികൾ നമുക്കൊരു പ്രാർത്ഥനാ ഗീതത്തോടെ അങ്ങ് ആരംഭിക്കാം അല്ലേ? നടന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോ KPC ലളിത ചേച്ചി പാടിയത് വളരെ കറക്റ്റാ. ആരെ കണ്ടില്ലെന്ന് നടിച്ചു, ഏത് മന്നന്റെ തോളിൽ ഏത് മാറാപ്പാണ് കയറിയത്, എക്സെട്ര എക്സെട്ര പറയാം. ഞാൻ റെഡിയാണ്. കേൾക്കാൻ നിങ്ങൾ റെഡി എങ്കിൽ ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ്. ഇത് യുവർ RJ ദോസ് പൂജ വിത്ത് ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ, which happens only on Club FM. ടൺ കണക്കിന് ഫൺ. It happens only in India. കണ്ടിരിക്കുന്ന ജനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നത് നോർമലി ഭഗവാനാണ്. പക്ഷേ കഴിഞ്ഞ ആഴ്ച അദ്വാനിജിയെയും സുഷമ സ്വരാജിയെയും കണ്ടില്ലെന്ന് നടിച്ചത് എന്തെല്ലാം പാടിയിട്ടും മിണ്ടാതെ മിണ്ടിയിട്ടും മിണ്ടിയില്ല നീ, എന്നിട്ടും നീ എന്തേ. ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനോടനുബന്ധിച്ച് മുഗൾ ഗാർഡൻസിൽ നടന്ന നേതാക്കന്മാരുടെ ഗെറ്റ് ടുഗദറിലാണ് അദ്വാനിജിക്കും സുഷമാജിക്കും ഇരിക്കാനുള്ള സീറ്റിനായി ക്യൂ നിൽക്കേണ്ടി വന്നത്. പാവം അദ്വാനിജി കഴിഞ്ഞ ജന്മത്തില് കസേര കളിയിൽ ചീറ്റിംഗ് ചെയ്ത് ജയിച്ചു. ആരുടെയോ കയ്യിൽ നിന്ന് കാര്യമായിട്ട് ശാപം മേടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും നീ ഏത് കസേരയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു ആ കസേര നിനക്ക് കിട്ടാതിരിക്കട്ടെ എന്ന്. അതുകൊണ്ടല്ലേ ഈ ജന്മത്തിലും പാവം അദ്വാനിജിക്ക് എപ്പോഴും കസേര ഒരു പ്രശ്നമാകുന്നത്. കസേര കിട്ടായ്മ ശീലമായതുകൊണ്ട് ഇവരുടെ കാര്യം പോട്ടെ എന്ന് വെക്കാം. പക്ഷേ ഫംഗ്ഷനിലുണ്ടായിരുന്ന സെഞ്ചുറിയോടടുത്ത് പ്രായമുള്ള നേതാക്കളിൽ ചിലർക്കും സീറ്റ് കിട്ടിയില്ല എന്നറിഞ്ഞപ്പോ അദ്വാനിജിയോടും സുഷമ സ്വരാജിയോടും മറ്റെല്ലാ കസേര രഹിതരോടും പ്രസിഡന്റ് സർ പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, ഒരു 4000 സോറി സ്വർണ്ണക്കട്ടി ഞാൻ പാടാം ഒരു സോറി. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. ഇത് സംഭവിക്കുന്നത് ക്ലബ് FM-ൽ മാത്രം വിത്ത് യുവർ RJ ദോസ് പൂജ. It happens only in India. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നത് ഭഗവാനാണെങ്കിൽ ചിലര് അവനവന്റെ തോളിൽ സ്വയം മാറാപ്പ് കയറ്റി വെക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മമതാ ബാനർജി. ബംഗാൾ ടൈഗ്രസ് ഇൻഡിപെൻഡൻസ് ഡേയില് ഗർജിക്കുന്നതിന്റെ ഇടയില് ഒരു വെള്ളി അങ്ങ് വീഴ്ത്തി. ഇന്ത്യൻ ജുഡീഷ്യറിയെ തന്നെ കറപ്റ്റഡ് എന്നങ്ങ് വിളിച്ചു. പറഞ്ഞു പോയില്ലേ, ഇനിയിപ്പൊ അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും മമതാജിക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞ് മുറവിളികൾ വന്നുകൊണ്ടേയിരുന്നു. മാപ്പ് പറയണം എന്നായി. പക്ഷെ മാപ്പ് പറയില്ല, ഞാൻ പറഞ്ഞത് 1000 തവണയും ഞാൻ വീണ്ടും പറയും എന്നാണ് മമതാജി. ഇത് പക്ഷെ മമതാ ദീദി കഴിഞ്ഞ ആഴ്ച പിടിച്ച ആദ്യത്തെ പുലിവാലല്ല കേട്ടോ. വേറൊരു പ്രസംഗ വേദിയിൽ വെച്ച് ദീദിയോട് കാണികളിൽ ഒരാൾ എന്തോ ഒരു ചോദ്യം ചോദിച്ചു. ഉടനെ പുലി ഗർജിച്ചില്ലേ, പോലീസുകാർ ഉടനെ ആ കക്ഷിയെ പൊക്കിക്കൊണ്ടുപോയി. ഇനി എന്തൊക്കെ പുലിവാലികൾ പുള്ളിക്കാരിക്ക് പിടിക്കേണ്ടി വരുമോ എന്തോ. ഇത് ഹാപ്പൻ ഇൻ ഇന്ത്യ ലാസ്റ്റ് വീക്ക്. ബൈ ദ വേ, ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ക്ലബ് FM-ലൂടെ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ഹാപ്പി ഇൻഡിപെൻഡൻസ്. ഇത് യുവർ RJ ദോസ് പൂജ ഓൺ യുവർ ഫേവറേറ്റ് ക്ലബ് FM. ഇവിടെ ഉണ്ട് ടൺ കണക്കിന് ഫൺ.